തുടങ്ങി. നമ്മളൊരു വീട്ടില് ഒരാൾ അണച്ച് വേറെ അങ്ങനെയൊക്കെ അല്ലേ അണച്ചില്ല. പലരും പല സമയത്ത് അവിടെ കുറച്ച് പേരുണ്ട്, ഒരാളല്ല അവിടെ താമസിക്കുന്ന 5-6 പേരുണ്ടായിരുന്നു. അപ്പം ഒരു വീട്ടിലെ ലൈറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് കാണാൻ യാതൊരു വഴിയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു അഡ്വക്കേറ്റ് ആണ്. അപ്പൊ നമുക്കും തോന്നും, ആർക്കായാലും തോന്നുന്നത്. കാരണം എന്താണ് അങ്ങനെ എല്ലാം കൂടെ കാണുന്നത്. എന്തായാലും വേണ്ടാ അണച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മള് വെളിയിലിറങ്ങി. നമ്മുടെ ജോലിക്കാരനുണ്ട്, അവളുടെ മോളുണ്ട്. അപ്പൊ വെളിയിലിറങ്ങിയപ്പോ അവൻ ഫോണുമായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് വടക്കേ വശത്തു. നീ അപ്പൊ ഞങ്ങൾ വിളിച്ചു നോക്കിയാണ്, നീ എന്തോ എവിടെ പോയടാ? അതെ, ഞാൻ മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയാണ്. നീ മൂത്രം ഒഴിക്കാൻ എന്തോ? അവന്റെ വീട് ഒരു 500, 600, 700 മീറ്റർ അപ്പുറമാണ്. ഭയങ്കര കാടാണ്, വരാൻ ഒരു വഴിയില്ല. നീ എന്തോടെ മൂത്രം ഒഴിക്കാൻ പോച്ചേറയത്തേ വരത്തുള്ളൂ? നീ ഇത്രയും ദൂരം നിന്റെ വീടിന്റെ, എല്ലാവരും മൂത്രം ഒഴിക്കാൻ വന്നത് അവരവരുടെ വീടിന്റെ പരിസരത്താണ്, എന്തോ കണ്ടാമാരാണ്. നീ എന്തോ ഇവിടെ വരത്തുള്ളൂ? ഇത്രയും ദൂരം നീ വരുമോ മൂത്രം ഒഴിക്കാൻ? അപ്പൊ പറഞ്ഞ്, അപ്പം പിന്നെ വലിയ ആരെന്തോ ഓടി. ഞങ്ങൾ കണ്ടില്ലല്ലോ ആരും ഓടുന്നത്, ഓടിയില്ലല്ലോ. അപ്പം വിഷയം മാറ്റുകയാണ്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ല, അപ്പൊ കള്ളത്തരമാണ്. എന്നിട്ട് നീ എന്തോടെ ഞാനിവിടെ ഒറ്റയ്ക്കാവുമ്പോൾ നീ ഞങ്ങളുടെ വീടെങ്ങാണോ അടിച്ചു പൊളിച്ച് നീ കയറാനും മോട്ടിക്കാനും വന്നാലോ? അതിനെന്റെ ടൂൾസ് ഇല്ലല്ലോ. വേറെ പറഞ്ഞു ടൂൾസ് ഇല്ലല്ലോ അതിനെന്റെ. സത്യം, ഞാൻ ടൂൾസ് ഇല്ല. വേറെ എന്തോ ഉദ്ദേശിച്ചാൽ ഇവ വന്നത്. പിന്നെ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ പിടിക്കുക. പിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കറക്കാൻ തുടങ്ങി വേഗം. കറുത്ത് നിമിഷ നേരം കൊണ്ട് നമ്മളൊന്ന് കറക്കുന്നത്. കറുത്ത് വല്ലാതെ കറുത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാറി ഒരു ജയശ്രീ എന്ന് പറയുന്നവരുടെ വീടുണ്ട്. എന്റെ റിലേറ്റീവ് ആണ് അവര്. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയി നിന്ന് 2 ദിവസം കൊണ്ട് കളറങ്ങ് മാറി പഴയ പോലെ നല്ല പോലെ വെളുത്ത്. അപ്പൊ അവര് പറയുവാണ്, അയ്യോ വലിയ മോളങ്ങ് വെളുത്തല്ലോ, ഇതെങ്ങനെ ഇതെങ്ങനെ ഇങ്ങനെ വ്യത്യാസം വന്നേ ചോദിക്കുക. എല്ലാവർക്കും അങ്ങനെ വെളുത്തല്ലോ ഇതെങ്ങനെ ഇങ്ങനെ മാറിയത്? അപ്പൊ എന്തുവാ ഈ വെള്ളത്തിനകത്ത് ഇതെല്ലാം കലക്കി നമുക്ക് ഇങ്ങനെ തരികയാണ്. അതിനാ വരുന്നത് രാത്രിയില്. നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇവരുടെ കയ്യിൽ കുറെ കെമിക്കൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മുടി കൊഴിക്കുക, നമ്മളെ കറപ്പിക്കുക, ലിവർ ഡിസീസ് ആണെന്ന് പറയാൻ കേട്ടോ. അപ്പം ഈ സോമനാഥൻ കഥ ഉണ്ടാക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് കള്ളു കുടിക്കും. ഞാൻ കള്ളു കുടിക്കുന്ന ആളാണ്. ഇതിന്റെ കഥകളാണ്. അപ്പം മഹാകുടിയാണ്. ഇവന്റെ അമ്മ ചത്ത് കിടന്നപ്പം വരെ ഇവനിങ്ങനെ കുടിച്ച് വെളിവില്ലാതെ നടക്കുകയായിരുന്നു. ഈ പ്രധാനമന്ത്രി സോമനാഥൻ എന്ന് പറയുന്നതാണ്. വെളിവ് ഒരു ശകലം പോലും ഇല്ലാതെ നടന്നവരാണ്. എന്റെ അമ്മ മരിച്ചു കിടക്കുന്നവരെ. അത്ര കള്ളുകൂടിയനാണ്. നമ്മളെ കുറിച്ച് കഥ ഉണ്ടാക്കുകയാണ് കള്ളു കുടിക്കുന്നത്. ഇവിടെ എന്റെ കയ്യില് എല്ലാ തെളിവും കൊണ്ട് ഞാൻ ഓരോ മാസവും എന്താണ് വാങ്ങിക്കുന്നത്, എവിടെയാണ് എന്റെ പൈസ അടയ്ക്കുന്നതിനെല്ലാം തെളിവുണ്ട്. മനസ്സിലായില്ല, തെളിവില്ലാത്തൊന്നുമല്ല. ഇവൻ എന്തോ പറഞ്ഞാലും ശരി. ഇവന് കള്ളു കുടിക്കുന്ന കഥകളൊക്കെ ഏതെങ്കിലും അവൻ പറഞ്ഞാലും നമുക്കറിയാൻ തെളിയിക്കാന്. നമ്മൾ കോടതിയിൽ എഴുതി കൊടുക്കാൻ എന്റെ കുറെ ഇങ്ങനത്തെ കുറെ കഥകളൊക്കെ ഇവന്മാരുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ പാവം കുറെ നല്ല ഡോക്ടേഴ്സിനെ ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അതെനിക്കറിയാം. കുറെ ഒരിക്കൽ ഞാൻ ഡൽഹി താമസിക്കുമ്പോൾ മുക്കുമിന്റെ സിസ്റ്റർ ഡോക്ടറാണെന്നാ പറയുന്നത്, നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം അവരുടെ ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു ഡോക്ടർ, കൊച്ചു ഡോക്ടറാണ്. അയാൾ മരിച്ചിങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ചുമ്മാതായിരിക്കും, അയാളെ എനിക്കറിയാലോ ഇങ്ങനെ ട്രാപ്പ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ കുറെ ഡോക്ടറൊക്കെ കൊച്ചിലെ മരിച്ചാൽ ഇങ്ങനെ എന്താ ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഇൻഷുറൻസ് ഒക്കെ തട്ടാൻ പറ്റും കോടികൾ. അപ്പൊ ഇങ്ങനെ കുറെ ഒരു ഗ്യാങ് ഉണ്ട്. നമ്മുടെ ശ്രീദേവി, ബാലഭാസ്കർ, എല്ലാവരും നിങ്ങൾക്കെല്ലാം സത്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ആൾക്കാരെ കൊല്ലുന്നുണ്ട് ഇവന്മാരെ, ഈ മാഫിയ ഗ്യാങ്. നമ്മളും അതിലൊക്കെ നമ്മളെ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാര് പല രീതിയിൽ ഇങ്ങനെ ഈ മാഫിയയുടെ ഇത്. അപ്പം ഞാൻ പറഞ്ഞപ്പോ മുക്കുമ്മിന്റെ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല, അയാൾ അഡിക്റ്റാണ്. അപ്പൊ ഇവിടെ വലിയ കളിയാണ്. ഇവിടെ എനിക്കറിയാൻ നല്ലോണം കളിയാണെന്നുള്ളത്. ഇവിടെ വലിയ സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ. ഇവർക്ക് TV ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാശൊക്കെ ഇവർ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ മുക്കുമിനെ വെച്ചാണ് പരിപാടികളൊക്കെ. മുക്കുമ്പ് ഏതോ പെണ്ണുങ്ങളുടെ കൂടാണ്, മുക്കുമ്പ് ഞാനും കൂടെയാണ് പാർട്ട്നേഴ്സ്. പക്ഷെ മുക്കും വേറെ ഏതോ പെണ്ണുങ്ങളുടെ കൂടാണ്. ഇപ്പം വീട്ടില് മുക്കുമിന്റെ ഫാദറും സിസ്റ്ററും ആണുള്ളത്. ഇപ്പം മുക്കും വേറെ ആരുടെ കൂടാന്നൊക്കെ പറയും. അങ്ങനത്തെ കഥകളാണ് മാറുന്നത്.
food. What you had, my dear? Last year also kundru na. Your mom and dad had it. With you only. What happened? Why you have barfi? Yes, you three people had together. Then they had a father and mother. You had milk. Why? Milk. Why? What happened? Huh? What is here? Well, from that day, every day you will make it or what? Every day is only. Uh, uh, uh. What happened? Then you did not make it. Why? Uh, uh, why? Okay. Hello. Roti and mukkume. Like you prepared that content. In card you will write the content. Only in Hindi. Right? Only no English. Right? I thought you will give card in English. English is easy. You will be having some card now, so you can like that time. Yeah, I am asking actually. I thought you people have content how to write.